ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് ബാങ്കിളാണ്. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രെയിമാണ്. ഇപ്പോൾ ഫ്രെയിം ഇല്ലെങ്കിൽ നമ്മുടെ പഴയ ബാങ്കിളുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. പിന്നെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾഡ് കളർ ഉണ്ടെങ്കിൽ എല്ലാത്തിനും മാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീതിക്ക് നമ്മളെപ്പോഴും അത് ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് സെയിം ആക്കുക. അതിലേക്ക് ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ബാക്ക് സൈഡിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിനെ ചുറ്റുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമുള്ളൂ. നമ്മളത് വെക്കുമ്പോൾ ബാക്കിൽ അടിയിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളങ്ങ് ഇത് ചുറ്റി കൊടുക്കുക. ഈ ചുറ്റുമ്പോൾ ഇത് നൂലാണ്. അപ്പോൾ ഇത് ചുറ്റുമ്പോൾ കുറച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റാൻ നോക്കുക. കാരണം ഗ്യാപ്പൊന്നും വരാതെ, കുറച്ച് ഗ്യാപ്പ് ഒന്നും വരാതെ, കുറച്ച് കൂടുതൽ നൂല് നമ്മൾ മടക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പൊന്നും വരാതെ ഇതുപോലെ ഈ ഒരു വീതിക്ക് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് തന്നെ, അത് പ്ലെയിനായിട്ട് ബാങ്കിളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബീഡ്സ് വെച്ചോ സ്റ്റോൺ കൊടുത്താലും ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ചുറ്റുന്നത് ഈ ത്രെഡ് കവർ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക. നമുക്ക് ഫ്രെയിമോ ഒന്നുമല്ല മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മൾ അത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രെയിം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ പഴയ ബാങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ, ആ ബാങ്കിളിൽ നമ്മുടെ ഈ ത്രെഡ് കവർ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അവസാനം ഇത് സ്റ്റാർട്ടിങ്ങും പിന്നെ അത് നിർത്തുമ്പോഴും അവസാനിക്കുമ്പോഴുമാണ് നമ്മളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ അവസാനിക്കുന്നിടത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. പിന്നെ ബാലൻസ് നിൽക്കുന്ന ത്രെഡ് ഇതുപോലെ, അത് പിന്നെ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് നൂലൊന്നും ഇടയിൽ കയറി വരാതെയൊക്കെ നോക്കി നമ്മളൊന്ന് ചുറ്റണം കേട്ടോ. എന്നിട്ട് അവസാനം ബാലൻസ് വരുന്ന ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്യണം. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അല്ലേ, ഇതുപോലെ ഒന്ന് ആവശ്യമുള്ളത് എടുത്ത് വെച്ച് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ആ ബാലൻസ് തുമ്പിലേക്ക് നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗമ്മൊന്നും പുറത്ത് കാണാനോ ഒന്നും അറിയത്തില്ല. അതങ്ങ് ഒട്ടിക്കഴിയുമ്പോഴേക്കും ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രോപ്പ് കുന്തനും ഐ സ്റ്റോണും ഐ കുന്തനുമാണ് കേട്ടോ. പിന്നെ ഞാൻ സെറാമിക്കിൻ്റെ റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു സ്റ്റെപ്പ് ഞാൻ മൂന്ന് നമ്മുടെ ഐ സ്റ്റോൺ വെച്ച് അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ 3 ഐ സ്റ്റോൺ എടുക്കുക, കുന്തൻ സ്റ്റോൺ എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ആ ഒരു പിങ്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് റെഡ് ഉണ്ടെങ്കിൽ പല കളറിൽ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ പിങ്കാണ്, നമുക്ക് മാച്ചിങ്ങിന് റെഡ് ആണെങ്കിൽ റെഡ് ചെയ്യാം, വൈറ്റും ഗ്രീനും ചെയ്യാം. നമ്മൾ ഗ്രീൻ ഇതാവുമ്പോൾ അത് കൊടുത്ത് ചെയ്യാം. അപ്പോൾ 3 ഒട്ടിക്കുക. സെൻറ്ററിൽ വരുന്നത് സ്ട്രെയിറ്റും 2 സൈഡിലേക്ക് ചരിച്ചുമൊന്ന് വയ്ക്കുക. അത് മാത്രം. പിന്നെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരരുത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ 3 അടുപ്പിച്ച് തന്നെ ഇതുപോലെ അടുപ്പിച്ച് തന്നെ ചെയ്തു പോവുക. വളരെ എളുപ്പമാണ്. പിന്നെ ഇത് കുറച്ച് സമയം എടുക്കും, അത് ശരിയാണ്. കാരണം ഇത് ഇത്രയും ഒട്ടിച്ചൊട്ടിച്ച് വരാനായിട്ട് സമയമെടുക്കും. പിന്നെ അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഭയങ്കര ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ പഠിച്ചെടുത്ത് ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റ് അതുപോലെ അങ്ങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുക്കി ചെയ്യുക. ഗം അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യുക. ഡ്രൈ ആയി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ചെയ്യുക. ഇതുപോലെ 2 സൈഡിൽ വെക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് സെൻറ്ററിൽ ആ ഒരു ലോട്ടസ് ഇരിക്കുന്നില്ലേ അതുപോലെ. അത് വളരെ എളുപ്പമാണ് കേട്ടോ. നോക്കി, ഇത് ശരിക്കും എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ. പിന്നെ അത്ര ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു സമയം അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ B8000-ഉം B7000-ൻ്റെയും ഗ്ലൂ ആകുമ്പോൾ നമുക്ക് അത്രത്തോളം സമയം ഡ്രൈ ആവാനൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി കിട്ടും. ഓക്കെ, അവസാനം ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ ആ 3 തന്നെ അവിടെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാം ഒരുപോലത്തെ ലെവലിലാക്കിയിട്ടൊന്ന് ചെയ്യുക. ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ട് താഴെ ഗ്രീൻ, ഞാനത് ഡ്രോപ്പാണ് എടുത്തത് കേട്ടോ, ഡ്രോപ്പ് കുന്തൻ. അപ്പോൾ ഡ്രോപ്പ് കുന്തൻ തന്നെ വേണമെന്നില്ല, ലീഫിൻ്റെ തന്നെ നമുക്ക് ഐ സ്റ്റോൺ ഉണ്ട്, ഐ എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിൽ തന്നെ മാറ്റിൽ തന്നെ സ്റ്റോൺ വരുന്നതൊക്കെ ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് സ്റ്റോൺ വരുമ്പോൾ. അപ്പോൾ ആ കളർ ലീഫ് ഗ്രീൻ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അതിൽ വർക്കുള്ളത് സ്റ്റോൺ ഉള്ളതുണ്ട്, പലതും ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ 2 ഇതുപോലെ ലീഫ് പോലെ 2 ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഒരു ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു 2ൻ്റെ എഡ്ജ് വരത്തക്ക രീതിയിൽ അങ്ങനെ വയ്ക്കുക. പിന്നെ ഞാൻ ഈ എഡ്ജ് ഇങ്ങനെ സെൻറ്ററിൽ വരുന്നതിൻ്റെ പുറത്തും ഈ 2 ആ 3 നമ്മൾ വെച്ചില്ലേ, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും. കാരണം 2 നമ്മൾ കുന്തൻ സ്റ്റോൺ ചരിച്ചു വെച്ച് സെൻറ്ററിൽ ഒന്ന് നിവർത്തിയും വെച്ചു. അപ്പോൾ ആ ചരിച്ചു വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഞാൻ റൗണ്ട് കുന്തൻ, അതായത് അവിടെ നമുക്ക് സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കുന്തൻ സ്റ്റോൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ലീഫും കൊടുക്കുന്നു. അപ്പോൾ അത് ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഫിനിഷായി പോകും. അതുകൊണ്ടാണ്.
പിന്നെ ലീഫ് കൊടുത്തിട്ട് പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് സ്പേസ് കിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാനതും കൂടെ ഇതിൻ്റെ ഒപ്പം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിൽ ഇതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സ്റ്റോൺ വേണമെന്ന് പറയും, ചിലർക്ക് കുഞ്ഞു ബീഡ്സ് ഇടണമെന്ന് പറയും. ഇതുപോലെ ആ ഗ്യാപ്പിലേക്ക് കണ്ടോ സെറാമിക്കിൻ്റെ കുന്തനാണ് കൊടുത്തത്. ആ സെറാമിക്കിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച്. ഇനി ആ ലീഫിൻ്റെ പുറത്ത് ഞാൻ ആ സെൻറ്ററിൽ ആ എഡ്ജ് വരുന്നില്ലേ, അവിടെയും ഞാനൊരു സെറാമിക് അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പോർഷനിൽ നിങ്ങൾ സ്റ്റോൺ കൊടുത്താലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുത്താലും മതിയാവും. നോക്കി. അപ്പോൾ ഇതിത്രയും ചെയ്ത് വരുമ്പോൾ പിന്നെ ആദ്യം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നീ എന്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമയം എടുത്താണ് വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ആ നമ്മൾ 3 ലോട്ടസ് ഫ്ലവർ ചെയ്തില്ലേ, 3 ബീഡ്സ് വെച്ച് കുന്തൻ സ്റ്റോൺ വെച്ചതിൻ്റെ പുറത്തായിട്ട് രണ്ടെണ്ണം ചരിച്ച് ആ ഒരു ഗ്യാപ്പിലേക്ക് 2 എണ്ണം ചരിച്ച് വെക്കുക. ഓരോ 3 ലീഫിൻ്റെയും പുറത്ത് ആ 2 ഗ്യാപ്പിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിലേക്ക് ഓരോരോ പെറ്റൽസ്, അതായത് പെറ്റൽസ് ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ആ ലോട്ടസിൻ്റെ ഷേപ്പ്, ബാക്കിൽ 3 ഫ്രണ്ടിൽ 2, അങ്ങനെയാണ് ആ ലോട്ടസ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അതും അതുപോലെ അങ്ങ് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. കാരണം ഞാൻ ആദ്യം 3 എണ്ണം ഒട്ടിച്ച് പോയിട്ട് അവസാനം ആകുമ്പോൾ പെട്ടെന്ന് മേളിൽ 2 എണ്ണം അങ്ങ് ചെയ്യാം. അല്ലെങ്കിൽ 3 എണ്ണം ഒട്ടിച്ച് ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ നമ്മൾ പുറത്തൊട്ടിക്കുമ്പോൾ അത് ഇളകി വരുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അവസാനം ചെയ്തത്. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും, നല്ല രസമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടസിൻ്റെയൊക്കെ ഒരു സെറ്റ് അറൗണ്ട് ഈ രണ്ടെണ്ണം മാത്രം അറൗണ്ട് 450 ഒക്കെ വില വരുന്നത്. 450-500 ആണ്. അതിൻ്റെ സെൻറ്ററിൽ 2 ബാംഗ്ലൂർ വരുമ്പോൾ 700 ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തും കൊടുക്കാം. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ശരിക്കും ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഭംഗിയാണ് പുറത്തുനിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുത്ത് ആ ഒരു ഭംഗി നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ ഒരു സെറാമിക്കിൻ്റെ ബീഡ്സൊക്കെ വയ്ക്കുമ്പോഴുള്ള ഭംഗി കുറച്ചുകൂടെ രസമാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഡ്രോപ്പിൻ്റെയൊക്കെ ഇടയിൽ വന്ന ആ കുണ്ടൻ കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായ്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബബായ്.